അടിപൊളി വണ്ടികൾ വരുന്നുണ്ട്. പകലല്ല, രാത്രി വരിക. ടിക്കറ്റൊക്കെ ആയിക്കൂടായില്ല അവിടെ കടക്കാൻ വേണ്ടിയിട്ട് തന്നെ. മതപഠനം തന്നെ ഇവർക്ക് വളരെ കുറവാണ്. അങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ. മാജിക് സിറ്റി ഒരു മാജിക് സിറ്റി തന്നെയാണ്. ജനങ്ങളുടെ കുത്തൊഴുക്ക് തന്നെയാണ്. ഇതൊക്കെ ഏറ്റവും പുതിയതായതുകൊണ്ടൊക്കെ ബ്രാൻഡ് ഷോറൂംസ്, അതിനുള്ള എല്ലാം അടിപൊളിയായിട്ടുള്ള സെറ്റപ്പാണ് കേട്ടോ ഉള്ളത്. കാണുമ്പം പറയേണ്ട ഒരു രീതി അവർ പറയും. ഇവിടുത്തെ അട്രാക്ഷൻ മെയിൻ ഈ കോട തന്നെയാണ് കേട്ടോ. ഫുഡിൻ്റെ മണം സഹിക്കാൻ പറ്റുന്നില്ല. മാജിക്കിൻ്റെ എന്തോ ഒരു സംഭവം അതിനുള്ളിലുണ്ട്. ഒന്ന് പോയി നോക്കാം. അപ്പോൾ നമ്മളിന്ന് മാജിക് സിറ്റീൻ്റെ ഈവനിങ് കാഴ്ചകളിലാട്ടോ, രാത്രിയത്തെ കാഴ്ചകളിലാണ്. മാജിക് സിറ്റി ഇവിടുത്തെ ഏറ്റവും പുതിയ ഒരു എന്താ പറയുക എൻ്റർടൈൻമെൻറ്റ് ഏരിയ അവിടെ ഉണ്ടാക്കിയതാണ് ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട്. അപ്പോൾ പെപ്സിയാണ് അതിനെ ഫുള്ള് പ്രൊമോട്ട് ചെയ്യുന്നത്. ഞാൻ പകൽ വന്ന് എടുത്തിരുന്നു, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ഇത് ലൈറ്റിങ്ങിൽ വന്നൊന്ന് എടുത്തതാണ്. ഫുള്ള് ലൈറ്റിൻ്റെ കളിയാണ്. ഇത് പെപ്സീൻ്റെ പരസ്യം, അതാ വലിയൊരു പരസ്യം പെപ്സീൻ്റെതുണ്ട്. അപ്പോൾ നമ്മൾ മാജിക് സിറ്റീൻ്റെ ഉള്ളിലേക്ക് കടക്കുകയാണ്. ഓക്കെ, അവിടുത്തെ കാഴ്ചകൾ കാണാൻ ഞങ്ങൾക്ക് രാത്രിയത്തെ കാഴ്ചകൾ. പകലത്തെ കാഴ്ചകൾ ഞാൻ കാണിച്ചിട്ടുണ്ട് ഓൾറെഡി. ഇത് രാത്രിയത്തെ കാഴ്ചകൾ. ഇവിടെ വരുമ്പം നിർബന്ധമായിട്ട് വരേണ്ട വാട്ടർ ഫൗണ്ടൈൻ എല്ലാം ഉണ്ട്, നമുക്കത് കാണാം. അപ്പോൾ ഇനി മാജിക് സിറ്റി. സെക്യൂരിറ്റി ചെക്കിങ് ഞാൻ പറഞ്ഞ പോലെ എപ്പോഴും ഉള്ളതുപോലെ സെക്യൂരിറ്റി ചെക്കിങ് നല്ലോണം ഉണ്ട്. ഇവിടെയൊക്കെ ഉണ്ട്. ജനങ്ങളുടെ കുത്തൊഴുക്ക് തന്നെയാണ്. രാത്രിയാകുമ്പോൾ ഭയങ്കര റഷ് ഉണ്ടാവും എന്നാണ് പറയുന്നത്. മ്യൂസിക്കുകൾ, ലൈറ്റ്. അവിടെ ഒരു കൾച്ചറൽ പ്രോഗ്രാമിൻ്റെ സ്ഥലമുണ്ട്, എന്നാൽ പോയി വരാം. ഇതൊക്കെ ഏറ്റവും പുതിയതായതുകൊണ്ടൊക്കെ ബ്രാൻഡ് ഷോറൂംസ്, അതിനുള്ള എല്ലാം അടിപൊളിയായിട്ടുള്ള സെറ്റപ്പാണ് കേട്ടോ ഉള്ളത്. നല്ല ഭംഗിയുള്ള ഫോട്ടോനൊക്കെ അടിപൊളി ഭംഗി. ഞങ്ങൾക്ക് കാണാൻ തന്നെ നല്ല കളർഫുള്ള് തോന്നില്ലേ? ആ കുടയൊക്കെ വെച്ച് എന്ത് രസമായിട്ടുണ്ടല്ലേ. കറക്റ്റ് മാച്ചാക്കിയിട്ടാണ് വെച്ച്. നിങ്ങൾ കുടൻ്റെ ഒരു ഫുള്ള് ലോകം. ഇവിടുത്തെ അട്രാക്ഷൻ മെയിൻ ഈ കോട തന്നെയാണ് കേട്ടോ. ഈ കോടൻ്റെ ഡെക്കറേഷൻ ഒരു അടിപൊളി പുതിയ സിസ്റ്റമാണ്. ശരി, പുതിയ ബിൽഡിങ്ങുകളാണ്. ഇതുവരെ പഴയ ആർക്കിടെക്ചറിൽ പുതുതായിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. ആർക്കിടെക്ചർ പഴയതാണ്, പക്ഷെ പുതുതായിട്ട് ഉണ്ടാക്കിയതാണ്. അതുകൊണ്ട് തന്നെ അതിനൊരു ഡാമേജോ കാര്യങ്ങളോ ഭയങ്കര വൃത്തിയിലാണ്. നമ്മൾ പകൽ വന്നൊന്ന് എടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഒന്നുകൂടി വന്നിട്ട് ലൈറ്റുള്ള സമയത്ത് വന്ന് എടുക്കുകയാണ്. അങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ. മാജിക് സിറ്റി ഒരു മാജിക് സിറ്റി തന്നെ. ഇതിൻ്റെ അകത്ത് കാപ്സിൻ്റെ കൗണ്ടർ കേട്ടോ. കാപ്സി വളരെ ചീപ്പാന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ കഴിച്ചിട്ടില്ല. വളരെ ചീപ്പ് തന്നെയാണ്, റേറ്റ് വളരെ കുറവാണ്. ഇവിടെയൊക്കെ ആൾക്കാർക്ക് ഇരിക്കാനുള്ള ഒരു പാർക്ക്, മ്യൂസിക് സെൻറ്റർ, അങ്ങനെ എല്ലാം കൂടി ആയിട്ട് കാണുന്നൊരു സംഗതി. ഫാമിലി ആയിട്ട് വന്നിട്ട് ഏറ്റവും എൻ്റർടൈൻമെൻറ്റ് ചെയ്യാൻ പറ്റുന്ന, ഫോട്ടോ എടുക്കാൻ പറ്റുന്ന, ഗസ്റ്റ് ആയിട്ട് വരാൻ പറ്റുന്ന എല്ലാ രീതിയിലും. ഇതിൽ വരെ കൾച്ചറും വരെ ആർക്കിടെക്റ്റും ഇവരതായ ഒരു സംഗതി ഉണ്ടല്ലോ, അതൊക്കെ അതിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇതുണ്ടാക്കിയത്. ഫുഡിൻ്റെ മണം സഹിക്കാൻ പറ്റുന്നില്ല. ഒന്ന് അവിടേക്ക് പോയോ? ഈ ലൈറ്റിങ് നല്ല രസമായിട്ടുണ്ടല്ലേ. എല്ലാം നല്ല ഉഗ്രൻ ഡിസൈനാണ്. അവിടെ വെള്ളത്തിൻ്റെ വാട്ടർഫാൾ ഇതിൻ്റെ വരുന്നുണ്ട്. അത് തുടങ്ങുമ്പോഴത്തേക്ക് നമുക്ക് തിരിച്ചെത്താം. ഇവിടെ ഒന്ന് പോയി നോക്കാം. നമുക്ക് ഫുഡ് കഴിക്കൽ തന്നെ മെയിൻ.
ഇവിടെ ഫുഡ് കോർട്ടാണ് മെയിൻ. പെപ്സിയാണിത് ലീഡ് ചെയ്യുന്നത്. എല്ലാ ഭാഗത്തും ഇരുന്ന് കഴിക്കാനുള്ള. ഓ, മാജിക്കിൻ്റെ എന്തോ ഒരു സംഭവം അതിൻ്റെ ഉള്ളിലുണ്ട്. ഒന്ന് പോയി നോക്കാം. പാർക്കിൻ്റെ അകത്ത് ഇവർ മാജിക്കിൻ്റെ പുതിയൊരു ഡെവലപ്പിംഗ് നടത്തിയതാണ്. മാജിക് പാർക്ക് ഇതിൻ്റെ ഫുള്ള് വ്യൂ ആണ്. ഇതിൻ്റെ ഉള്ളിലാണ് മാജിക് ഷോ നടക്കുന്നത് കേട്ടോ. സൈഡുകളിലൊക്കെ ഫുഡ് കോർട്ടുകളാണ്. മാജിക് സിറ്റീൻ്റെ ഒരു മാപ്പാണ്. അതാണ് ഇതിൻ്റെ ലൊക്കേഷൻസ്, പ്ലാൻ. മാജിക് പാർക്കിൻ്റെ പ്ലാനാണ്. ഇത്രയും വലിയതാണ്. ഇതിൻ്റെ സെൻട്രൽ ആ വെള്ളത്തിൻ്റെ കാണുന്നതാണ് നമ്മൾ വാട്ടർഫാൾസിൻ്റെ ഇത് വരുന്നത്. ഇവിടുത്തെ ആൾക്കാരുടെ ഡ്രസ്സും ഇവിടെ കാണുമ്പം നമുക്കൊരു പ്രത്യേക ഭംഗിയുണ്ടല്ലേ. ആൾക്കാരുടെ ഡ്രസ്സും ലേഡീസും ഒക്കെ തന്നെ. ഇവിടെ 90% കേട്ടോ മുസ്ലിങ്ങൾ തന്നെ കേട്ടോ. പക്ഷെ ഇവർക്ക് വിശ്വാസങ്ങളിൽ മുസ്ലിം ഉണ്ടെങ്കിലും ഇവർ ആചാരങ്ങളിൽ കാര്യമായിട്ട് വലിയ മുസ്ലിമും കാര്യമില്ല. പള്ളിയിൽ പോക്കൊക്കെ കണക്ക് തന്നെ. പിന്നെ അതേപോലെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ തന്നെ. മതപഠനം തന്നെ ഇവർക്ക് വളരെ കുറവാണ്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞില്ല, അസ്സലാമു അലൈക്കും നമ്മൾ പറഞ്ഞാൽ തിരിച്ച് അസ്സലാമു അലൈക്കും എന്ന് പറയും. പക്ഷേ എല്ലാവരോടും അസ്സലാമു അലൈക്കും എന്ന് പറയും. പിന്നെ അതേപോലെ നമ്മൾ പരിചയപ്പെട്ടിട്ട് മുസ്ലിമാന്ന് പറയുമ്പോൾ ഉൽക്ക് അൽഹംദുലില്ലാ എന്ന് പറയും. ഒരു മുസ്ലിമിനെ കാണുമ്പം പറയേണ്ട ഒരു രീതി അവർ പറയും. പക്ഷെ അതല്ലാതെ അവർക്ക് പ്രത്യേകിച്ച് ബാക്കി നമ്മൾ അനുഷ്ഠിക്കുന്ന അനുഷ്ഠാനങ്ങളെ പറ്റിയിട്ടൊന്നും അവർക്കൊരു ബോധങ്ങളൊന്നുമില്ല. ഡ്രസ്സ് ധരിക്കും, അത്രയ്ക്ക് തന്നെ ഉള്ളൂ. എല്ലാം അവർക്ക് ഉൾപ്പെട്ടതാണ് അവർക്ക്. അതായത് പുരോഗമനവും ഡെവലപ്പും എൻ്റർടൈൻമെൻറ്റും എല്ലാം കൂടി ഉൾപ്പെട്ടത് മുസ്ലിമിന് പറ്റാത്തതെന്നുള്ള കണക്കൊന്നും അവർക്കില്ല. എല്ലാവർക്കും പറ്റും. ഇത് കാർണിവൽസിൻ്റെ ഏരിയ കേട്ടോ. കുട്ടികളെ കൊണ്ടുവന്ന് നമുക്ക് ഇത് അവിടെയൊക്കെ ഫുള്ള് കാർണിവൽസിൻ്റെ കുറേ ഗെയിമുകളുണ്ട്. ആ സൈഡ് മൊത്തം കാർണിവൽസിൻ്റെ ഗെയിമുകളാണ്. നമ്മളിപ്പോൾ അങ്ങോട്ടേക്ക് പോകുന്നില്ല. ഇവിടെ നിന്നുള്ള ഒരു വ്യൂ കാണാൻ പറ്റും. അടിപൊളിയല്ലേ. അങ്ങനെ നമ്മൾ ഉസ്ബെക്കിസ്ഥാനിലെ മാജിക് സിറ്റിയിലാണല്ലോ. ലൈറ്റിങ്ങിൽ കാണുന്നില്ല. ഇത് ഏറ്റവും പുതിയതാട്ടോ. അടുത്ത 3 വർഷമായിട്ടുള്ളൂ ഇത് വന്നിട്ട്, ശരിക്കും വർക്ക് കഴിഞ്ഞ് വന്നിട്ട്. അപ്പം എല്ലാവരും ഉസ്ബെക്കിസ്ഥാനിൽ വരുമ്പം ഇത് ഒരു പ്രധാന ഭാഗമാണ് മാജിക് സിറ്റി. ഇതെന്തായാലും നിങ്ങൾ വന്നു കഴിഞ്ഞാൽ പറയും നിങ്ങളോട്. പക്ഷെ അത് പകലല്ല, രാത്രി വരിക. ഇവിടെ ഞാൻ പകലൊരിക്കൽ വന്നിട്ടുണ്ട്. രാത്രിയാണ് ഇവിടുത്തെ എല്ലാ സംഗതികളും ഉള്ളത്. ഷൂട്ടിംഗ് ഗെയിമാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മൾ എല്ലാ സ്ഥലത്തും കാണുന്നത് തന്നെയാണ്. അതുപോലത്തെ എല്ലാ ഗെയിമും കേട്ടോ. മാജിക് മ്യൂസിയവും എല്ലാ ഗെയിമും ഇവിടെ ഉണ്ട്. ഇതിൻ്റെ അകത്താണ് മാജിക് മ്യൂസിയം ഉള്ളത്. ഉള്ളിലേക്കൊക്കെ കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഉള്ള ഗെയിമുകളാണ് കേട്ടോ. അതായത് കുഴപ്പമില്ലാത്ത എല്ലാ പുതിയ ഗെയിമുകളും അതുമായിട്ട് ബന്ധപ്പെട്ട എൻ്റർടൈൻമെൻറ്റുകളും കാർണിവൽ സിസ്റ്റങ്ങളൊക്കെ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫുള്ള് എല്ലാം ഉണ്ട്. പോലീസുകാർ അതിൻ്റെ ഇടയിൽ അതിൽ കൂടി അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നുണ്ട്. പച്ച ഡ്രസ്സാണ് പോലീസുകാർ. നല്ല ഭംഗിയുണ്ട് ഡ്രസ്സ്. പച്ച ഡ്രസ്സാണ് അവരെ യൂണിഫോം കേട്ടോ. ഇത് കുറേ കൺസ്ട്രക്ഷനിൽ നല്ല ആർക്കിടെക്ചർ ഉണ്ടെങ്കിലും ഇതിൻ്റെ വേറൊരു സൈഡിൽ നിന്നുള്ള എൻട്രിയാണ് തോന്നുന്നത്. അല്ല, അവിടെ ബോട്ടിംഗ് ഒക്കെ ഉള്ള ഭാഗം അല്ലേ. ഇതിൻ്റെ ഉള്ളിലേക്ക് വേറെയുണ്ട്. ഇവിടെ ബോട്ടിംഗ് ഒക്കെ ഉണ്ട്. നമുക്കൊന്ന് കണ്ടുനോക്കാം. BYDൻ്റെ പുതിയൊരു വണ്ടീൻ്റെ ഡിസ്പ്ലേ വെച്ചിട്ടുണ്ട് ഇവിടെ. BYD അടിപൊളി വണ്ടികൾ വരുന്നുണ്ട് കേട്ടോ. ഇവിടെ ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ അതാ ഈ വാഹനങ്ങൾ ഇവിടെ നമുക്ക് കയറാൻ പറ്റുന്നത്. നല്ല വാഹനം അല്ലേ. അടിപൊളി വാഹനം. ഇതിൽ ആൾക്ക് കയറി പോകാനൊക്കെ പറ്റും. ഇത് പാർക്കിൻ്റെ മറ്റൊരു ഭാഗമാണ്. കാണുന്നുണ്ടല്ലോ ഈ സൈഡ് മാജിക് ഇതിൻ്റെ ആ കണ്ട ഇതിൻ്റെ ബാക്ക് സൈഡാണ്. ഇവിടെ അവിടെ ഫുഡ് കോർട്ട് ഉണ്ട്. അപ്പുറം കുറേ ഏരിയകളുണ്ട്. ഇത് ബോട്ടിങ്ങിനുള്ള ഏരിയ ആണ്. ഇവിടെ കണ്ടല്ലോ ബോട്ടിങ് നടക്കുന്നുണ്ട്. അപ്പോൾ ഫുള്ള് വലിയൊരു പാർക്കിൽ ഫുൾ എൻ്റർടൈൻമെൻറ്റ്സ് ഉണ്ട് ഇവിടെ. അതിലൂടെ ബോട്ട് തല വരേ ഉണ്ട് വെള്ളത്തിൽ. ഇപ്പോൾ ടിക്കറ്റൊന്നും കാണുന്നില്ല അതിന്. ശരിക്കും ഇതിന് ഒരു ടിക്കറ്റ് ഇനി വെക്കാൻ സാധ്യത കാണുന്നുണ്ട്. നിങ്ങളൊക്കെ വരുമ്പോഴേക്ക് ചിലപ്പം ടിക്കറ്റൊക്കെ ആയിക്കൂടായില്ല അവിടെ കടക്കാൻ വേണ്ടിയിട്ട്. സെക്യൂരിറ്റി ഭയങ്കര ചെക്കിങ്ങാണ്. അങ്ങോട്ട് കിടക്കുമ്പോൾ ഇങ്ങോട്ട് കിടക്കുമ്പോൾ ഒക്കെ ഫുൾ സെക്യൂരിറ്റിയാണ്.
ബലൂണ് പൊട്ടിക്കുന്ന ഗെയിം. എന്താ ഡെക്കറേഷൻ അല്ലേ, ഫുള്ള് നിറച്ച് വെച്ചിരിക്കുന്നു ഗെയിമുകൾ. ഇഷ്ടംപോലെ ആള് റഷ്. ഫുള്ള് ഫാമിലി സ്ത്രീകളാട്ടോ ഇവിടുത്തെ. പിന്നെ വിദേശികളുണ്ട് കുറച്ച് എന്നല്ലാതെ. ഒക്കെ ഈ കാണുന്നതൊക്കെ ഇവിടുത്തെ ഫാമിലികളാണ്. നമുക്കെങ്ങനെ മനസ്സിലാവുന്നതെന്ന് അറിയില്ല. കാരണം തട്ടിട്ടതും മഫ്തിട്ടതും ഒക്കെ ഉണ്ടെങ്കിൽ പോലും കൂടുതലും വളരെ ഫാഷനബിൾ ആയിട്ടുള്ളതാണ്. ഇത് ഇടുന്ന ആൾക്കാരും നല്ല ഫാഷൻ തന്നെയാണ് കേട്ടോ. ഇതവരൊക്കെ നല്ല ഫാഷനിലാണുള്ളത്. ഒക്കെ ഇവിടെയുള്ള ആൾക്കാരാണ്. പക്ഷെ ഫുള്ള് സ്ത്രീകളാണ്, നിറച്ചു സ്ത്രീകളാണ് ഇവിടെ കാണുന്നത്. ഇടാതെ ബോബൊക്കെ ചെയ്ത് നല്ല മേക്കപ്പ് ചെയ്ത ആൾക്കാരുണ്ട്, ഇതേപോലത്തെ ആൾക്കാരുണ്ട്. ഇതൊരു ഫ്ലവറിൻ്റെ ഡെക്കറേഷൻ ഉള്ളതാണ്. ഡെക്കറേഷൻ മാത്രമാണെന്ന് തോന്നുന്നു, ഒറിജിനലല്ല. ഫുള്ള് ഡെക്കറേഷൻ ചെയ്ത ഫ്ലവറിൻ്റെ. എല്ലാ ഭാഗത്തും റെസ്റ്റോറൻറ്റുകളാട്ടോ, ഫുള്ള് ഫുഡ് കോർട്ടുകളാണ്. അതുതന്നെയാണ് ഇവിടുത്തെ മെയിൻ ബിസിനസ്. ഇവിടെ നിന്നുള്ളൊരു വ്യൂ. എല്ലാ സ്ഥലത്തും ഫുഡ് കോർട്ടാണ്. കണ്ടില്ല ഞങ്ങൾ, ഫുള്ള് ഫുഡ് കോർട്ടുകളാണ്. ഏത് ബിൽഡിങ്ങുകൾ നിങ്ങൾ കാണുന്നു അതിൻ്റെ സൈഡിലൊക്കെ ഫുഡ് കോർട്ടുകളാണ്. അപ്പോൾ അതിൻ്റെ ഒരു എൻ്റർടൈൻമെൻറ്റ് അത് തന്നെയാണ്, ഫുഡ് കോർട്ടിനെ സെറ്റ് ചെയ്യുക എന്നുള്ളത്. ഭയങ്കര ജനങ്ങളാണ് ഈ ഷോ കാണാൻ വേണ്ടിയിട്ട്. മ്യൂസിക് ഷോ കാണാൻ വേണ്ടിയിട്ടുള്ള ഫുള്ള്. അപ്പം നമ്മൾ ഈ അടിപൊളി വേൾഡിലെ അടിപൊളി മാജിക് സിറ്റീൻ്റെ വിശാലമായ അടിപൊളി കാഴ്ചകൾ കണ്ട് നമ്മളിതാ തിരിച്ചു പോവുകയാണ്, റൂമിലേക്ക് പോവുകയാണ്. അപ്പോൾ തിരിച്ച് നമ്മൾ വീണ്ടും കാണാം. ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ്. നമ്മൾ താമസിച്ച ഹോട്ടലാണ്, ഹോട്ടൽ ഉസ്ബെക്കിസ്ഥാൻ. കണ്ടില്ല രാത്രിയിലെ വ്യൂ, ഫുൾ അതിൻ്റെ ഫ്ലാഗാണ് മൊത്തം.